ന്യൂസ് മിക്സിന്റെ വിശദമായ ഭാഗങ്ങളിലേക്ക്. ബാംഗ്ലൂരു സ്ഫോടന കേസിൽ മാദനിക്കെതിരായ സാക്ഷി കൂറുമാറി. കുടക് സ്വദേശി റഫീഖാണ് കൂറുമാറിയത്. പോലീസ് ഭീഷണിപ്പെടുത്തി മൊഴി രേഖപ്പെടുത്തിയെന്ന് റഫീഖ് വെളിപ്പെടുത്തി. സ്ഫോടന കേസിൽ കുടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും റഫീഖ് കോടതിയിൽ പറഞ്ഞു. പ്രതികളുടെയും സാക്ഷികൾ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ 2010 ഓഗസ്റ്റ് 17-നാണ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുന്നത്. മദനിക്കെതിരെ നിർണായക മൊഴി നൽകിയെന്ന് പോലീസ് അവകാശപ്പെട്ട പ്രധാന സാക്ഷി റഫീഖാണ് ഇപ്പോൾ കൂറുമാറിയത്. സ്ഫോടനത്തിന്റെ ഗൂഢാലോചന കുടകിൽ വെച്ച് നടന്നുവെന്നും അവിടെ വെച്ച് മദനിയെ കണ്ടുവെന്നുമായിരുന്നു റഫീഖ് മൊഴി നൽകിയത് എന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യങ്ങൾ നിഷേധിച്ച റഫീഖ് മൊഴിയിൽ പോലീസ് നിർബന്ധിച്ച് ഒപ്പുവയ്പ്പിക്കുകയായിരുന്നുവെന്നാണ് പറഞ്ഞത്. ജോസ് വർഗീസ്, അബ്ദു ഉസ്താദ്, മണി എന്ന യൂസഫ്, അൻവർ കരീം എന്നീ പ്രധാന സാക്ഷികൾ നേരത്തെ തന്നെ കൂറുമാറിയിരുന്നു. ഇപ്പോൾ റഫീഖിന്റെ കൂറുമാറ്റവും കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടിക്രമങ്ങളെ ഏറെ ദുർബലപ്പെടുത്തും. എന്നാൽ അബ്ദുൽ നാസർ മദനി സാക്ഷികളെ സ്വാധീനിക്കുന്നുവെന്ന് കർണാടക സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂറുമാറിയ സാക്ഷികളുടെ പട്ടികയും കർണാടക സർക്കാർ നേരത്തെ സുപ്രീം കോടതിക്ക് കൈമാറിയിരുന്നു. കേസിൽ വിചാരണ നീളുന്നതിൽ ജസ്റ്റിസുമാരായ ജെ ചലമേശ്വർ, അഭയ് മനോഹർ സപ്രെ എന്നിവരടങ്ങിയ ബെഞ്ച് അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരിക്കെതിരെ RSSന്റെ നീക്കം. അൻസാരി മുസ്ലിം വർഗീയവാദിയെപ്പോലെ സംസാരിക്കുന്നുവെന്ന് RSSന്റെ പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൽ കുറ്റപ്പെടുത്തുന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു. മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തെപ്പറ്റി മാത്രം സംസാരിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് ചേർന്നതല്ലെന്നും ലേഖനം വിമർശിക്കുന്നു. അഖിലേന്ത്യാ മുസ്ലിം മജ്ലിസി മുഷാവറത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നടത്തിയ പ്രസംഗമാണ് RSSനെ ചൊടിപ്പിച്ചത്. രാജ്യത്തെ മുസ്ലിം സമുദായം വിവേചനം നേരിടുന്നുവെന്നും മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നടപടികൾ വേണമെന്നുമായിരുന്നു അൻസാരി നടത്തിയ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. രാജ്യത്തെ മുസ്ലിം സമുദായം നിരവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കാണാതെയാണ് ഹമീദ് അൻസാരി സംസാരിക്കുന്നതെന്ന് RSS പ്രസിദ്ധീകരണമായ പാഞ്ചജന്യത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. അൻസാരി സംസാരിക്കുന്നത് മുസ്ലിം വർഗീയവാദിയെ പോലെയാണ്. ഉപരാഷ്ട്രപതിയായ അൻസാരി സ്വന്തം സമുദായത്തിനു വേണ്ടി മാത്രം സംസാരിക്കുന്നത് പദവിക്ക് ചേർന്നതല്ലെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. വർഗീയ കലാപങ്ങളെപ്പറ്റി ആശങ്കപ്പെടുന്ന ഉപരാഷ്ട്രപതി രാജ്യത്തെ വർഗീയ കലാപങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. മുസ്ലിം സംഘടനകളുടെ അവകാശ പത്രികയാണ് ഉപരാഷ്ട്രപതി പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചതെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ഹമീദ് അൻസാരി നടത്തിയ പ്രസംഗത്തിനെതിരെ നേരത്തെയും സംഘപരിവാർ സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യയും ശ്രീലങ്കയും പരസ്പര സഹകരണത്തിലുള്ള 4 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. ആരോഗ്യ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ സംയുക്ത സഹകരണത്തിനാണ് ഒപ്പുവെച്ചത്. മത്സ്യബന്ധന മേഖലകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി. ഇന്ത്യൻ സന്ദർശനത്തിലെത്തിയ ശ്രീലങ്കൻ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഘെ നാളെ രാഷ്ട്രപതിയുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനത്തിനാണ് റനിൽ വിക്രമസിംഘെ ഇന്ത്യയെത്തിയത്. ദില്ലി ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടന്ന ചർച്ചയ്ക്ക് ശേഷം സംയുക്ത സഹകരണത്തിനുള്ള നിർണായകമായ 4 കരാറുകളിലും ഇരുവരും ഒപ്പുവെച്ചു. ശ്രീലങ്കയിലെ തമിഴ് വംശജരുടെ നീതിയും അന്തസ്സും പരിഗണിച്ചുള്ള ഇരു രാജ്യങ്ങളുടെയും വികസനം ദക്ഷിണേഷ്യൻ സമാധാനത്തിന് ആവശ്യമാണെന്നും നരേന്ദ്രമോദി സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശ്രീലങ്ക will achieve genuine reconciliation and development so that all Sri Lankans, including the Sri Lankan Tamil community, can live a life of equality, justice, peace and dignity in a united Sri Lanka. ആഴക്കടൽ മത്സ്യബന്ധനം പ്രോത്സാഹിപ്പിക്കുമെന്നും ആരോഗ്യ, ശാസ്ത്ര, സാങ്കേതിക മേഖലകളിൽ സഹകരിക്കുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. സമുദ്രാതിർത്തിയിലെ മത്സ്യബന്ധന പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ശ്രീലങ്കയിലെ ആഭ്യന്തര കലഹത്തിൽ ഇരകളായവരെ ഇന്ത്യ സംരക്ഷിച്ചതിൽ നന്ദിയുണ്ടെന്നും റനിൽ വിക്രമസിംഘെ വ്യക്തമാക്കി. I must thank Your Excellency for the help given by your government in resettling and reconstruction in the northern and the eastern provinces, and the need for the fishermen on both sides, and hopefully conclude it within a time-bound framework. നേരത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജുമായി കൂടിക്കാഴ്ച നടത്തിയ റനിൽ വിക്രമസിംഘെ നാളെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുമായും കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഉച്ചയോടുകൂടി ശ്രീലങ്കയിലേക്ക് മടങ്ങും. മനു ശങ്കരൻ, ദില്ലി. ന്യൂസ് മിക്സ് തുടരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ പേരെടുത്തിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി. ആലുവ കടുങ്ങല്ലൂർ സ്വദേശി വിനയകുമാറിന്റെ ഹൃദയം
ഇനി പത്തനംതിട്ട സ്വദേശി പൊടിമോന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും. ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സംഘത്തെയാണ് അതിന് നമ്മൾ ശ്ലാഘിക്കേണ്ടത്. അപകടത്തിൽ മരിച്ച ആലുവ കടുങ്ങല്ലൂർ സ്വദേശി വിനയകുമാറിന്റെ ഹൃദയം പത്തനംതിട്ട സ്വദേശി പൊടിമോന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വച്ചതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടന്ന ആദ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയം കണ്ടു. എറണാകുളത്ത് നിന്ന് 65 കിലോമീറ്റർ 52 മിനിറ്റ് കൊണ്ട് പിന്നിട്ടാണ് ഹൃദയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. പുലർച്ചെ 4:30 തുടങ്ങിയ ശസ്ത്രക്രിയ 7:30 പൂർത്തിയായി. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം മേധാവി ഡോക്ടർ ടി.കെ. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സംഘമാണ് വിജയകരമായ ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഇത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ വിജയമാണെന്ന് ഡോക്ടർ ടി.കെ. ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സാമൂഹികമായ ഒരു ഉത്തരവാദിത്വവും ആ ഉത്തരവാദിത്വം ഞാനെന്നൊരു വ്യക്തിയല്ല, എൻ്റെ ടീം അല്ലെങ്കിൽ ഞങ്ങൾ ഈ കാർഡിയോതൊറാസിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും കൂടെ ആ ഒരു ടീം വർക്കിൻ്റെ മാത്രം റിഫ്ലക്ഷനാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പൊടിമോനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട സ്വദേശി പൊടിമോന്റെ ഭാര്യ ഓമന നിറഞ്ഞ മനസ്സോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞു. ഇപ്പം വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിന് ഈ ഹൃദയം തന്ന കുടുംബത്തിനോട് എനിക്ക് അങ്ങേയറ്റം നന്ദി. കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്താണ് P.K. ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ MLA VN വാസവന്റെ നേതൃത്വത്തിലാണ് സർക്കാരിന് കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി പ്രോജക്ട് സമർപ്പിച്ചത്. പ്രോജക്ടിന് അന്ന് സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തു. ശസ്ത്രക്രിയ വിജയിച്ചതിന്റെ സന്തോഷം പങ്കുവെക്കാനും ഡോക്ടറെ അഭിനന്ദിക്കാനും VN വാസവനും മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉയരം കൂടുന്തോറും ചായയുടെ മാത്രമല്ല ചിലപ്പോൾ ചോറിൻ്റെയും രുചി കൂടുമായിരിക്കും. കണ്ണൂർ ചപ്പാരപ്പടവ് കൂവേരിയിലെ കുന്നിൻമുകളിൽ കരനെൽ കൃഷി വിജയിപ്പിച്ചവരുടെ അധ്വാനത്തിനും പലതുകൊണ്ടും തിളക്കമുണ്ട്. സൗഹൃദ കൂട്ടായ്മയിൽ കുന്നിൻമുകളിൽ വിരിഞ്ഞ നെൽപ്പാടം ആരെയും ആകർഷിക്കും, ഒപ്പം അത്ഭുതപ്പെടുത്തും. അതാണ് ചപ്പാരപ്പടവ് കൂവേരിയിലെ 4.5 ഏക്കർ ഭൂമി. ഇന്ന് 60 വർഷമായി കാടുമൂടിക്കിടന്ന കുന്നിൻമുകളിൽ വിയർപ്പുകൊണ്ട് വിത്ത് വിതയ്ക്കുമ്പോൾ 6 പേരടങ്ങുന്ന സൗഹൃദ കൂട്ടായ്മയ്ക്ക് നെൽക്കതിരുകൾ വിളയുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ കുന്നിൻ മുകളിലും മുളപൊട്ടി കതിരുകൾ നിറഞ്ഞു. ഇന്നിവർ കൊയ്ത്തിന്റെ ആഘോഷ നിറവിലാണ്. നമ്മൾ 6 പേര് കൂടെ കൂട്ടായ്മയോടുകൂടെ കാട് വെട്ടിത്തെളിച്ച് ഇങ്ങനെ ഒരു കൃഷി നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ കൃഷി ഇവിടെ നടന്നത്. CV രാജനും PS മോഹനും ചന്ദ്രശേഖരനും കമലാക്ഷിയും കാർത്തികേയനും ഒരേ ശബ്ദത്തിൽ അവരുടെ പരിഭവവും പങ്കുവയ്ക്കുന്നുണ്ട്. പഞ്ചായത്തോ സർക്കാരോ ഒരു സഹായവും പിന്തുണയും തങ്ങൾക്ക് നൽകിയില്ല. നമ്മുടെ ഈ സംരംഭത്തിന് ഏകദേശം 2.5 ലക്ഷത്തോളം ചെലവ് വന്നിട്ടുണ്ട്. അതെല്ലാവരും കൂടി കൂട്ടായ്മയിലും പിന്നെ നമ്മുടെ സ്വന്തം അധ്വാനത്തിലും. ഇതിനു വേണ്ടി പ്രയത്നിച്ച ഇവർക്ക് പഞ്ചായത്തൊന്നോ മറ്റോ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ല. അത് ചെങ്ങളായി കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ 50 കിലോഗ്രാം നെൽവിത്താണ് വിതച്ചത്. പറമ്പ് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലിപ്പോഴും ഇല്ല. അങ്ങനെ വരുമ്പം വലിയൊരു മല തന്നെ അവര് കാട് വെട്ടിത്തെളി അവരെ അധ്വാനത്തിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപ അവർക്ക് ചെലവായിട്ടുണ്ട്. തുവരയും കക്കിരിയും ഉൾപ്പെടെയുള്ള പച്ചക്കറി കൃഷിയുമുണ്ട് വേറെ. അങ്ങനെ ജൈവ കരനെൽ കൃഷിയിൽ കേരളത്തിന് മാതൃകയായി ഒരു കൂട്ടായ്മ മാറുകയാണ്. അധികൃതരുടെ സഹായം ഒന്നുമില്ലാതിരുന്നിട്ടും മണ്ണിൽ പൊന്നു വിളയിച്ചതിന്റെ സന്തോഷം മാത്രമാണ് ഈ മുഖങ്ങളിലുള്ളത്. കൂവേരിയിൽ നിന്നും PV ജോഷില. ഐഫോൺ വാങ്ങാനായി വൃക്ക വിൽക്കാൻ തയ്യാറായ 2 ചെറുപ്പക്കാരെ കുറിച്ചൊരു വാർത്തയുണ്ടായിട്ടുണ്ട് ഇന്ന് ചൈനയിൽ നിന്നും. എന്നാൽ സാധാരണ ചൈന ഫോണിൻ്റെ വിലക്ക് ഐഫോൺ കിട്ടിയാലോ? അതൊരു അതിര് കടന്ന സ്വപ്നമാവില്ലെന്നാണ് ഇപ്പോൾ ടെക് പ്രേമികൾ പറയുന്നത്. അതായത് ഐഫോൺ 5S ആപ്പിൾ കമ്പനിക്കാരൻ വില കുറക്കുന്നുവെന്നാണ് വാർത്ത. ഐഫോൺ വാങ്ങാനാകാതെ മോഹഭംഗം സംഭവിച്ചവർക്ക് മുന്നിലേക്കാണ് ഈ സന്തോഷ വാർത്ത എത്തുന്നത്. ഐഫോൺ 6, 5S എന്നീ മോഡലുകളുടെ വിലയാണ് ആപ്പിൾ കുറച്ചിരിക്കുന്നത്. ഐഫോൺ 6S, 6S Plus പുറത്തിറക്കിയതോടുകൂടി ഐഫോൺ 5Sന്റെ പ്രതാപം കഴിഞ്ഞതുകൊണ്ടാണോ ഈ തീരുമാനമെന്നറിയില്ല.
ക്യാഷ് ബാക്ക് ഓഫറില്ലാതെ ആമസോണിൽ 30,799 രൂപയും ക്യാഷ് ബാക്ക് ഓഫറോടുകൂടി പേടിഎമ്മിൽ 26,990 രൂപയ്ക്കും ഇനി ഈ മോഡൽ സ്വന്തമാക്കാം. 8 MB പ്രൈമറി ക്യാമറ, 1.2 MB മുൻ ക്യാമറ എന്നിവയോടെ എത്തുന്ന 5S iOS 9ലും പ്രവർത്തിക്കും. A7 ആണ് പ്രോസസർ. GB സ്പേസ് ഗ്രേ മോഡൽ 46,380 രൂപയ്ക്ക് സ്വന്തമാക്കാനുള്ള അവസരം പേടിഎം ഒരുക്കുന്നു. 1.4 GHz വേഗതയുള്ള ഡ്യുവൽ കോർ പ്രോസസർ, 1 GB റാം, 8 MB പിൻ ക്യാമറ, വീഡിയോ കോളിംഗ്, സെൽഫി ഉപയോഗങ്ങൾക്കായി മുൻ ക്യാമറ എന്നിവയോട് കൂടിയുള്ളതാണ് iPhone 6. iPhone ഇനി വമ്പന്മാർക്ക് മാത്രമല്ല സാധാരണ ടെക് പ്രേമികൾക്കും പ്രാപ്യമാവുകയാണ്. ആഡംബരത്തിന്റെയും ആഢ്യത്വത്തിന്റെയും വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങുകയാണ് iPhone.